തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് രണ്ടാം പാൽ തേങ്ങാപ്പാൽ എടുക്കാം. അത് ഓറ് പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ത് കഴിഞ്ഞു പോയതാ. എന്നിട്ട് കേക്ക് കുറച്ച് ഇങ്ങനെയുള്ള അതാകുമ്പോ ഇങ്ങനെ കോരി എടുക്കണം. ഇത് കുഴിയല്ലേ അതിന്റെ ആ മീനും കിട്ടൂല. വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടാ. വേറെ ഉപ്പിലിട്ട് എങ്ങനെയാണോ ടേസ്റ്റ് അതുപോലത്തെ ടേസ്റ്റ്. ഓവർ അങ്ങ് തള്ളി അങ്ങ് ഇനി ഇത്ര ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കള മൊത്തം ഇവിടെ കഴിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. കഴിച്ചു പോയെന്നല്ല, ഇന്നത്തെ എന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി കഴിക്കണം. ഇവളെല്ലാം എന്നോട് വന്നത് സംഗീതമായിട്ട് ഒന്നും ആക്കിയത്. അങ്ങനെയെങ്കിലും അടുക്കളയിൽ കയറാനല്ല. ഇവക്ക് ഇതിന്റെ കളറ് ശരിക്കും ഇങ്ങനെയാ. ചിലത് മഞ്ഞ കളറുണ്ടോ, അല്ലാണ്ട് ഇതങ്ങനെ കറുപ്പായതല്ല. ഇത് മേടിക്കുമ്പോഴുള്ള കളറാണ് അല്ലത്. പറഞ്ഞെടുത്തോ, സ്പെഷ്യലായിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നത് എന്നാ പറഞ്ഞെടുത്ത്. ഫിഷ് മോളു ഇന്നാക്കുന്നത് ഫിഷ് മോളി. കറക്റ്റ് 3 മിനിറ്റ് സമയം ആയി. അപ്പൊ തന്നെ തിരിച്ചിടുന്നുണ്ട്. 3 മിനിറ്റ് എന്ന് പറയുന്നത് പരിപാടി കാരണം വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് അങ്ങനെയാ പറയുന്നത്. 3 മിനിറ്റ് കൂടുതൽ ഇത് ഒരു സൈഡിൽ ഇടാൻ പാടില്ല. ഒരു സൈഡ് 3 മിനിറ്റ്, അടുത്ത സൈഡ് 3 മിനിറ്റ്, അങ്ങനെ കൃത്യം 6 മിനിറ്റ് മീൻ പൊരിക്കാൻ എടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇത് കറിയിലിട്ട് വേവിക്കും. അങ്ങനെ ഒരുപാട് ടിപ്സ് വെറുതെ എങ്ങനെയെങ്കിലും ആക്കുവാന്നല്ല എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർ, പിന്നെ അതിൻ്റെതായ ടേസ്റ്റ്, രുചി, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. ഇത് ഞാൻ ചെറിയ മീനായിപ്പോയി കേട്ടോ മേടിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടുന്നില്ല കാണാൻ. ഒരു കുറച്ചും കൂടി വലുതാണെങ്കിൽ ആ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട പീസ് അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. സാരമില്ല, കാണാൻ രസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. തിന്നാൻ കുറച്ച് രസം കിട്ടിയാൽ മതി. എടാ തിന്നാനുള്ള രസം ഞാൻ ആക്കി തരുമോ, നീ ടെൻഷൻ അടിക്കണ്ട. അത് ഇതല്ല ഗ്രാമ്പു എടാ എന്നായി തപ്പുന്നിങ്ങനെ. അതല്ലണേ എടാ ഇത് വേറെന്തോ ഏത് ഇതാ പട്ട എന്ന് പറയുന്ന സാധനം ഇതല്ലണേ. എനക്കറിയാം, നമ്മളിത് എത്ര കണ്ടേ. പട്ട അതല്ല, പട്ട നല്ലോണം ഇങ്ങനെ ചുരുണ്ട് ഇതൊന്നുമല്ല. തൽക്കാലം എന്തെങ്കിലും ഒന്ന് എടുത്ത് ഇടയില്ലേ. തൽക്കാലം എന്തും കൂടെ തൽക്കാലം പൊട്ടിച്ചിട്ട് ചെറിയൊരു മാറ്റം നമുക്ക് ഓക്കെ ആണ്, അതൊന്നും കുഴപ്പമില്ല. അങ്ങോട്ടാ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതേ എണ്ണ തന്നെ കേട്ടോ ഞാൻ ഇതാക്കുന്നത്. ഈ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇടുക കേട്ടോ. വെളുത്തുള്ളി ഒരു 2.5 പീസ് അധികമായി പോയി, അതുകൊണ്ട് അത് വേണ്ട, തിരിച്ചും വെച്ചു കേട്ടോ. അളവ് വേറെ യൂട്യൂബിൽ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് പോലും അധികം ഇല്ലാണ്ടാണ് അധികമായി മറ്റും മാറ്റി. എനിക്കത് തിന്നാനല്ലാണ്ട് വേറെ പറയാം. ഞാൻ സംഭവം ശരിയാന്ന്. ഞാനൊരു മീൻ വാങ്ങിയിട്ടാണ് ഞാനൊരു സംഭവം ആക്കി തരാന്നെല്ലാം പറഞ്ഞില്ല. എന്ന് വിചാരിച്ചിട്ട് അടുക്കളേന്റെ ബാക്കി വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇതാക്കി എപ്പോ ഞാൻ വെച്ച് ഓക്കെ ആക്കാൻ വരുമ്പോ എല്ലാം കൂട്ടിയിട്ട് വന്ന് നിന്ന് വർത്താനം പറഞ്ഞു നോക്കുമ്പോ TV ആണ് നാടി ഇരുന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഇല്ല. നമ്മളെ ശരിയായാ അങ്ങനെ മോക്ക് സുഖമില്ലായിട്ട് കേട്ടാ. ഇതാ ജലദോഷമെല്ലായിട്ട് പാവ ആവിയെല്ലാം പിടിച്ചിട്ട് വന്ന് അന്ന് സുഖമില്ല. അതുകൊണ്ടാന്നൊരു ഉഷാറ് കുറവ്. എല്ലാം പോയാ ഇതെന്നാ ലൈറ്റ് എടുക്കട്ടെ. അത് നീ എടുത്തിനല്ലേ? ഞാൻ പറഞ്ഞു പ്രത്യേകം ഓണാക്കാൻ വേണ്ടിട്ട്. അല്ല അത് ഓഫാണ്ടോ. അത് ഈ കയ്യിൽ എനിക്കൊന്ന് മസാല വരിഞ്ഞോണ്ടാ നമുക്ക് കിട്ടായില്ല. ലൈറ്റ് മാത്രം ഓണാക്കാൻ പറ്റില്ലേ? അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് മാത്രമേ ഓൺ വേണ്ടു, ഇത് വേണ്ട. എങ്ങനെ ഓഫാക്കുക? ഒന്ന് തൊട്ടാ ഒന്നും ആവൂല. ഓ അങ്ങനെ അനക്കത് അറിയാം. നമ്മള് മെയിൻ ആൾക്കാർ അങ്ങനെയാ ചെയ്യാം. നീ എല്ലാം ആക്കുമ്പോൾ 2 ഇങ്ങനെ ആക്കുക. ഞാൻ ഒറ്റ കൈ ഇങ്ങനെ ആക്കിയാൽ ആളെ പരിപാടി ചെയ്യും. എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? അടുക്കളക്കേരി പരിചയം വേണ്ടേ? ഈ സാധനം ഇവിടെ ഉള്ളത് നീ ഈ സാധനം ഇവിടെ ഉള്ളത് നീ കേട്ടോ. നീ തള്ളാണ്ട് പോകുമ്പോ ഞാനേ കൂടി ഉള്ളു. നേരം നീ ഇവിടെ ഇല്ലേ? അങ്ങനെ കണ്ടതല്ലേ? അത് വലുത്. നീ ബേക്ക് കൈയിട്ടെങ്കിലും ഒന്ന് ഇളക്ക്, എന്നിട്ട് പറയടാ.
എടാ നമ്മൾ അന്നാക്കിയ ഫിഷ് മോൾ ഇങ്ങനെ അല്ലല്ലോ. നീ മോളിയല്ല ആക്കിയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു കട്ടൻ ചായ വരെ നമ്മളെല്ലാം വെക്കാൻ അറിയില്ല. പരീക്ഷിച്ച് നോക്കിയതാ. കട്ടൻ ചായ എന്താ ഇടുക അതൊന്ന് പറഞ്ഞേ. കട്ടൻ ചായ പോടാ പോടാ, ഇത് കട്ടൻ ചായ വെക്കാത്തവനാ മോളി ഉണ്ടാക്കുന്നുണ്ട്. എടാ ഇതെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ല ഇത് ഈ ഉപ്പിലിട്ട വാങ്ങാൻ ഉപ്പിലിട്ട ഏതാണ്? നെല്ലിക്കാണോ കക്കിരിയാണോ മാങ്ങയാ? നോക്കുന്ന വേണ്ടത് കൊടുക്ക്. മാങ്ങിയാന്ന് കൊടുക്കുന്നു. നല്ല ഉപ്പിലിട്ട മാങ്ങ. ഞാൻ തിന്നു നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആക്കാൻ ഇറങ്ങി അത് കൊടുക്കാനും എനിക്കറിയാം. സ്പൂണൊന്നും വേണ്ട, കൈ കൊണ്ടു എടുത്താ പോരാ. സ്പൂണോ ഞാൻ കയ്യാൻ കൊത്തും ഞാൻ. ആ സാധനം മറ്റേ ഇത് കിട്ടിയില്ല എനിക്ക്. പണം പോരാട്ടാ. ഇതാ ഓ ഇതാ ഒരു വർഷം എനിക്ക് തരണേ. ആ വീഡിയോ ഞാനിപ്പോ ഇടും. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റും കേട്ടാ. ഇത്രയാ ഇടുന്നു, ഇത്രയും ഇടണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പം പറയാ. ഞാൻ എന്നേരെ പറ്റില്ല, ഉപ്പ് കുറവായിരിക്കൂലേ. നിങ്ങൾ അവസരവാദി അല്ലേ അമ്മേ? സൂപ്പറാ. പിടിച്ചില്ല. ഓരോ രണ്ട് ടൈപ്പ് ഇതിലുള്ള ഉപ്പ് ഇരു പിടിച്ചിട്ടുണ്ട്. എടുക്ക ചെയ്ത് പാടാ. ഇതിപ്പോ അണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തേച്ച് തീർക്കും. ഞാൻ ആക്കിയോണ്ട് പറയുന്നല്ലേട്ടാ. അതായത് ഉപ്പിലിട്ട വാങ്ങ ഇന്ന് തീരുവേ. വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടാ. വേറെ ഉപ്പിലിട്ട് എങ്ങനെയാണോ ടേസ്റ്റ് അതുപോലത്തെ ടേസ്റ്റ്. ഈ ഓവർ അങ്ങ് തള്ളി അങ്ങ് ഇതാക്കണ്ട. എങ്ങനെയുണ്ടേ പൊളിയല്ലേ? നീ പറയും കുട്ടിയെ പറയും എനിക്കറിയാലോ. എന്റെ മീന് മറന്നല്ലേ ഉപ്പിലിടുന്നതില്. നമ്മള് ഉള്ളി ഫുള്ളായിട്ട് വാടുന്ന വരെ നിക്കണ്ട കേട്ടാ. ഉള്ളി കുറച്ച് ഒരു മഞ്ഞ അച്ഛനും കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഞാനിവിടെ ഒന്നും എല്ലാരും അടിയായിരിക്കും ഞാൻ എന്താക്കിയാലും. ഇനിയിപ്പോ ഇത് നോക്കിയേ, മോളി ഇപ്പൊ പുറത്തിറങ്ങണ്ട, അതിലിടക്ക് ഇപ്പൊ മോളി തീരും. അത് തിന്നാനുള്ള പുറത്തുനിന്നല്ല ആളിറങ്ങിയിട്ടുണ്ട്. കാണിച്ചോട്ടോനെ ഞാൻ ഉപ്പിലിട്ട് എല്ലാം തീർത്തിട്ട് പോകാം. തേങ്ങയുടെ രണ്ടാം പാൽ അത് റെസിപ്പി അല്ല ഇത്. ഞാൻ അതിന്റെ കുറച്ച് ഇടവേളകളിൽ കുറച്ചു നേരം യൂട്യൂബ് കാണും ഞാനേ. അതല്ലേ എന്താ സംഭവം അറിയാ? പാലിന്റെ അത് നമ്മൾ വെള്ളം മിക്സ് ആക്കണമെന്നുള്ള ചെറിയൊരു ഡൗട്ട്. ഒരു മിനിറ്റ് എനിക്കിത് പ്ലേ ആക്കടിക്ക്, നീ ഒന്ന് അത് ഓഫ് ആക്കണം. ഇനി അത് നോക്കണ്ട, പാലന്നെ ചോദിക്കാം. ഓട്ടുമാനെ പാലെടുത്തു. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് രണ്ടാം പാൽ തേങ്ങാപ്പാൽ എടുക്കാം. അതോറ് പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും ആട്ടെ, എന്തോ കഴിഞ്ഞു പോയതാ. എന്നിട്ട് കേക്ക് ഇത് നമ്മള് പീടിയെന്ന് മേടിക്കുന്നത് നമ്മള് ലൂസാക്കണം കേട്ടോ. അരക്കപ്പിന് 1 കപ്പ് വെള്ളം ആ ഒരു തോതിൽ നമ്മൾ എടുക്കണം. ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ആരും പറഞ്ഞതൊന്നും കേട്ടൊന്നുമില്ല. ഒരു കപ്പ് എടുക്കും. അരി നീ തേങ്ങാപ്പാൽ പിയല്ലേ ഞാൻ പറയുന്നില്ല. വെള്ളം എടുത്തെടുക്കേ. നമ്മള് പണ്ടാക്കിയ ഫിഷ് മോളിയില്ലേ, പണ്ടാക്കി പറഞ്ഞ ഇനി ഇത്ര ഇവന് തിന്നാനല്ലാണ്ട് എന്താ അറിയാ? നീ പറടാ ഫിഷ് മോളി കണ്ടാ. നമ്മക്ക് ആ ഒരു ഇതുണ്ട്. ഒന്ന് ആന്ന് പറഞ്ഞാൽ ഇക്കെന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഇല്ലല്ലോ. ഇതാ തേങ്ങാപ്പാല് നമുക്ക് ലൂസാക്കാം കേട്ടാ. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇത് ആവേശാക്കണ്ട, നാളെ തിന്നണ്ട. രണ്ടാം പാല് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. ഇനി ഇതിനല്ലേ പരിപാടി. നമ്മളെ പാല് നന്നായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. തേങ്ങാപ്പാല് ഇത് പാക്കറ്റ് പാല് മേടിച്ചതാ കേട്ടോ. എന്നിട്ട് കുറച്ച് ലൂസാക്കിയതാണ്. നമ്മളെ മീന് ഇതിൽ മുങ്ങാൻ പാകത്തിനുള്ള ഇത് വേണം കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇതെല്ലാം ഒഴിച്ച് ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇട്ടേക്കുക മീന്. ഇനി ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫുള്ള് തിളക്കറ്, കുറച്ച് തിളക്കുന്നവരെ അതിലേക്ക് നമുക്ക് ഇട്ടേക്കാം. തേങ്ങാപ്പാല് നീ ലൈറ്റ് ആക്കിയില്ലേ അല്ലേ? കുറച്ച് ലൂസ് കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ടില്ലാക്കി. ഇനി അങ്ങനെയാണ് ആക്കേണ്ടത് എന്ന് പറയുന്നയാന്ന്. പോടാ തീ കത്തിച്ചില്ല? ഇല്ലടാ. ഇത് കഴിഞ്ഞ ഒരു മറ്റേ നമ്മുടെ
ഇതാക്കുന്ന ഒരു ചൂടുള്ള കൈയാകുന്ന ആ വീഡിയോ കുറെ ആൾക്കാർ കണ്ടിട്ട് ഇത് കത്തിച്ചിട്ടില്ലേ തന്നെ ചോദിച്ചിട്ട് എന്താ അങ്ങനെ നമ്മുടെ ഞാനൊക്കെ ചൂടിലെടുത്ത് കയ്യിലിട്ടാൽ തന്നെ ഞാനപ്പോ ഇതിന്റെ വായിലേക്ക് കളിക്കരുന്നില്ലേ അത് കത്തിച്ചിനേനും കേട്ടോ അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുക നീല കളറിൽ ശരിക്കും ഉള്ള കത്തിച്ചുകൊണ്ടുള്ള ടൈം ഒന്നും കൂടി കാണാൻ പറയട്ടെ ഒന്നും കൂടി കണ്ടു കത്തിച്ചിട്ട് ഐഡിയ ഇത് ബന്ധിനെ നോക്കാൻ വേണ്ടിട്ട് അടപ്പിങ്ങനെ തോന്നോക്കാം അതിന്റെ ഉണ്ട് ഇനി ഇത് ബന്ധിനെ എന്തോ കയക്കുന്ന സാധനം ഞാൻ എടുത്ത് ഞാൻ കഴിക്കുന്ന പോലെ തന്നെ മാറ്റി ഇനി ഇതിനകത്ത് നമുക്ക് ഒരു 4-5 തക്കാളി ഇങ്ങനെ ഇവിടെ മോളി ആക്കുന്നേരം ഇടക്ക് ചൂട്ടിന് തൈരും കൂട്ടിയിട്ട് ചോറ് കൊടുക്കുന്നത് ചൂട്ട ഇവിടെ അടിപൊളി മോളിയെല്ലാം ആക്കുന്നുണ്ട് മോൻ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ ഏകദേശം നമ്മളെ മോളി എന്തോ ആയിട്ടുണ്ട് മോളി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇനി തിളപ്പിക്കറ് എന്നല്ല പറയുന്നത് തിളപ്പിക്കറ് ഞാൻ പറയുന്നത് കട്ടിയുണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് എന്നല്ലാന്ന് അത്യാവശ്യം കുറച്ച് ലൂസായി പോയോ എന്നൊരു സംശയം ഇവനാക്കിയത് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് എന്താണ് മറ്റേ ഡബ്ബി തന്നെയോ എന്നേരെ പറഞ്ഞത് അധികം ലൈറ്റ് ആക്കണ്ട തേങ്ങാപ്പാല് അത് കുറച്ച് മാത്രം ഇതാക്കിയാൽ മതിയായിരുന്നു ഇതിപ്പോ നല്ലോണം ലൂസായിട്ടാണ് ഉള്ളത് കുറച്ചും കൂടി കൊഴുപ്പ് വേണമായിരുന്നു അങ്ങനെയാണ് നമ്മൾ സാധാരണ ആക്കല് കുറച്ചും കൂടി കൊഴുപ്പില് ഇത് ചോറിന് കൂട്ടാനാണ് നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം ഫിഷ് മോളി കഴിക്കില്ല പക്ഷെ നമ്മൾ ഇത് ചോറിന് കൂട്ടാനായതുകൊണ്ട് കുറച്ചും കൂടി ലൂസാക്കിയതാ ഇനി ഒരു കുറച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് തണിയാൻ വേണ്ടിട്ട് വെക്കും അപ്പൊ എല്ലാം സെറ്റ് ഇനി നമ്മളത് കുറച്ചു നേരം തണിയാൻ വെച്ചിട്ട് ഒന്ന് ചോറിലും പഴമ്പി സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ മോളി റെഡി എല്ലാം വൃത്തിയാക്കാം മുറിച്ചിട്ട സാധനങ്ങളെല്ലാം ഇനിയൊന്നും എന്തെങ്കിലും ബാലൻസ് ഒന്നും ഞാൻ ഇടാൻ വിട്ട് പോയിട്ട് സൈഡിലെങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടോട്ടാ ഇട്ടില്ലേ മതി വളരെ ഹൈജീനോട് കൂടിയിട്ടാണ് ഇവൻ ആക്കുന്നത് എന്തെല്ലോ എടുത്തിട്ട് അതിൽ തട്ടുന്നു ഇന്നലെ എന്തോ വീഡിയോ എടുത്തവർ ആരോ പറഞ്ഞേ ചെക്കന്റെ പിന്നെ മൂത്രം തുടച്ച തുണീനെ കൊണ്ടെന്തോ നമ്മുടെ ബ്ലോഗിന്റെ അകത്ത് അതന്നെ എടുത്തിട്ട് അപ്പുറം വെച്ച് അതന്നെ എടുത്ത് ഇപ്പുറം വെച്ച് തന്നിട്ട് ഈടെ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ഇത് ഈടെ അങ്ങനെയല്ല എല്ലാവരും ചെയ്യുന്നതാണ് സംഭവം ശരിയാ നിങ്ങൾ പറഞ്ഞേ ഈ വീട്ടിൽ പോകേണ്ട മൂത്രം തൊട്ടതിനെ കൊണ്ട് വേറെ ആയിരിക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടിലേക്ക് ആയോണ്ടാട്ടെ അങ്ങനെയെല്ലാം ചെയ്തതിന് നമ്മൾ പറഞ്ഞ സംഭവം ശരിയാണ് അതേ തുണി എടുത്തിട്ട് തന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി എടുത്ത് തുടച്ച് ഇവിടെ പിന്നെ അത് സ്ഥിരം സംഭവം ആയതുകൊണ്ട് നിങ്ങളോട് കളത്രം പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വെള്ളത്തിന് അവരെ മൂത്രം വെച്ചിട്ടാണ് നിറം തുടങ്ങുന്നത് ആ അവസ്ഥയിലായി കാരണം ഈ വീട് തേച്ച് ഇപ്പൊ ഒരു മൂത്രം പോലെയാണ് ഓനോട് തോന്നുന്നു വില്ലൻ പപ്പൻ ചോറുന്നല്ലോ ഒന്നും മാറ്റുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ കൊണ്ടുവന്നു കാരണം പാത്രത്തിലേക്ക് മാറ്റിട്ട് മീൻ ഉടഞ്ഞു പോവോന്ന് വിചാരിച്ചിട്ട് റെഡി എല്ലാം റെഡി ചോറ് റെഡി ഹീര റെഡി കഴിക്കാൻ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയിൽ എടുക്കലാണ് ഇവക്കൊന്നും പിന്നെ ക്ഷമ കിട്ടുന്നില്ല കണ്ടായിരുന്നു തൊട്ടിട്ട് കഴിക്കാൻ ഫിഷ് മോളിയും കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കയ്യിലിട് ഒന്ന് വേഗം കയ്യിലിട് അതല്ലാണേ വേറെ ഇതില്ല അത് പൊട്ടിപ്പോണ അതിന്റെ മീന് നമ്മളിങ്ങനെയുള്ള കയ്യില്ല എങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള അതാകുമ്പോ ഇങ്ങനെ കോരി എടുക്കണം ഇത് കുഴിയല്ലേ അതിനകത്ത് ആ മീന് കിട്ടൂല മോളി ഫസ്റ്റില് ഞാൻ തന്നെ എടുക്കാം നീ വെച്ചും കിട്ടിയിരുന്നല്ലേ അത് ടേസ്റ്റ് നോക്കിട്ട് തരാം ഒരു മിനിറ്റേ ഓ സഹിക്കാൻ പറ്റൂല ആ സഹിക്കാൻ പറ്റില്ല ചെയ്തു കൊതിയാന്നുണ്ട് നമുക്കറിയാം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കുറച്ചേ പേരും ഇവിടെ കുറച്ച് എനിക്ക് കുറച്ച് ലൂസായി പോയി എല്ലാം കറക്റ്റാണ് നല്ല പീസ് നോക്കി എടുത്തേ കഷ്ണം കൂട്ടി കഴിക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തോ കാണാൻ അടിപൊളി അല്ലേ മീന് കുഞ്ഞായി പോയി അപ്പോൾ എനിക്ക് തരാപ്പാന്റെ ഓഫർ കൊടുക്കട്ടെ ഭാവി ഒന്ന് കൊടുക്കും വേഗം എന്റെ ഇടറോ ടേസ്റ്റ് ഇത് എന്താണ് ഓക്കെ അല്ലേ ടേസ്റ്റ് എല്ലാം ഓക്കെ അല്ലേ എല്ലാരും ഒന്ന് പറ ക്യാമറ ഓഫാക്കി തരാ അമ്മ തിന്നില്ല അമ്മ അപ്പോഴാണ് തലയാട്ടോ പിന്നെ അങ്ങനെയല്ലേ പറയാവൂ സംഭവം നല്ല രസമുണ്ട് സംഭവം നല്ല ടേസ്റ്റ് എനിക്ക് മതിയാന്നേ ഇല്ല ഓക്കെ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യാ പിന്നെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്
മെയിനായി കുറച്ചും കൂടി ഒന്ന് കുറുക്കിച്ചോട്ടെ ഞങ്ങള്. കുഴപ്പമൊന്നുമില്ല, ഇത് കുറുക്കാൻ കുറച്ച് കുറവുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ കുഴപ്പമില്ല വെറുതെ പറഞ്ഞ കുറെ അടുക്കളായിരുന്നു പുകയെല്ലാം കൊണ്ടാണ്. ഓ ശരി ബൈ. സംബടി വിളിച്ചിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പോടാ. മറ്റേ